ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിച്ചൂട്ടിന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതായത് 2.5 മാസത്തെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ഇവിടെ അടുത്തൊരു മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് കേട്ടോ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഞാൻ റിച്ചൂട്ടൻ, രുദ്രൂട്ടൻ, ചേട്ടൻ, ഞങ്ങൾ ഇത്രയും പേരോടാണ് കേട്ടോ പോയത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഡോക്ടറെയൊക്കെ പോയി റിച്ചൂട്ടിനെയൊക്കെ കാണിച്ചു. അങ്ങനെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ പോകാറായപ്പോൾ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു കേട്ടോ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ റിച്ചൂട്ടന് വാക്സിനൊക്കെ എടുത്തു. അവന് ആദ്യമേ അവർ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നല്ലോണം കരഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അവൻ കാറിനകത്തിരുന്ന് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് കാക്കനാട്ട് ചന്തയിലാണ് കേട്ടോ. അവിടെ വന്നത് കുറച്ച് ബീഫും പോട്ടിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ രുദ്രൂട്ടന് വെള്ളം വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ അവന് വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ റിച്ചൂട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉറക്കം കേട്ടോ. അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറോളം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കാലയിൽ വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് മെഡിസിനൊക്കെ തന്നിട്ടാണ് വിട്ടത്. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ആൾ നല്ല ഓക്കെ ആയി. പക്ഷേ ഫസ്റ്റ് വാക്സിൻ എടുത്തപ്പോഴായിരുന്നു റിച്ചൂട്ടന് ഭയങ്കര കരച്ചിലായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറത്തെ ആ ഒരു പെയിനേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന് നല്ല ഓക്കെ ആയി. മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ നല്ല കൂളായി. പിന്നെ അങ്ങോട്ട് കളിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ ഉമ്മ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ചൊക്കെ കളിക്കുകയാണ് കേട്ടോ.